നമ്മുടെ ഈ പള്ളിയിലെ തറാവീഹ് നമസ്കാരത്തിനും മറ്റു ജമാഅത്തുകൾക്കും ഈ റമദാനിൽ പ്രധാനമായും നേതൃത്വം കൊടുത്തത് നമ്മുടെ വാദി റഹ്മ ഖുർആൻ അക്കാദമിയിലെ നമ്മുടെ മക്കളാണ്. അതിൽ മുതിർന്ന മക്കളും ചെറിയ മക്കളും എല്ലാവരും മാറി മാറി തറാവീഹിന് നേതൃത്വം കൊടുത്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 5 വർഷമായി തുടർന്ന് വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഫലം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ നമ്മുടെ കുട്ടികൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. അവർക്ക് നിർഭയമായി ഇവിടെ ഇമാമ് നിൽക്കാനുള്ള ഒരു പരിശീലനം കൂടി ഇവിടുന്ന് കിട്ടുന്നതോടൊപ്പം തന്നെ മുതിർന്ന നമ്മുടെ കുട്ടികളെല്ലാം ഇമാമത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മുതിർന്ന ആളുകൾ നിൽക്കുന്ന ആ ഒരു അവധാനതയോടുകൂടി തന്നെയാണ് അവരുടെയൊക്കെ ഇമാമത്ത് നമ്മളിവിടെ അനുഭവിച്ചത്. അതിൽ പ്രധാനമായും ഈ വർഷത്തെ തറാവീഹിൻ്റെ ഇമാമത്ത് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇവിടെ ഉള്ള പഠിച്ചു വരുന്ന വിദ്യാർത്ഥി 5 വർഷമായി ഇവിടെ പഠിക്കുന്നു. ഹിഫ്ള് പൂർത്തീകരിച്ച അസ്ഹറുൽ അമീനാണ്. അസ്ഹറുൽ അമീൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ തറാവീഹ് പ്രധാനമായും ഇവിടെ നടന്നത്. പിന്നെ അസ്ഹറുൽ അമീൻ്റെ സഹായികളായിട്ട് മറ്റുള്ള കുട്ടികളുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും മുഹമ്മദാണ് രണ്ടാമതൊന്ന്. ഇവർ രണ്ടുപേരും അസ്ഹറുൽ അമീൻ ഇവിടെ 5 വർഷം പൂർത്തീകരിച്ചു, ഹിഫ്ളും പൂർത്തീകരിച്ചു, ഇപ്പോൾ ദൗറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഇടക്കാലത്ത് വെച്ച് സ്ഥാപനത്തിൽ വന്ന് ചേർന്നതാണ്. മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് 7 ജുസ് പഠിച്ചിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പിന്നെ +16 ജുസ് കൂടി പഠിച്ചു. അൽഹംദുലില്ലാ, അവർ രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളൊക്കെ സാക്ഷികളാണ് അതിന്. നല്ല നിലയിൽ ആ ഇമാമത്ത് ഭംഗിയായി നിർവഹിച്ചു. ഖിറാഅത്തും അതോടൊപ്പം തന്നെ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നല്ല തഖ്വയോടുകൂടിയാണ് നിർവഹിക്കുന്നത് എന്ന് ബോധ്യമാകുന്ന വിധം അത് വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ അവർ ചെയ്യുകയുണ്ടായി. കൂട്ടത്തിൽ നമ്മുടെ ബാക്കിയുള്ള ചെറിയ മക്കൾ അവരൊക്കെ മാറി മാറി 2 റക്അത്തായിട്ടും 4 റക്അത്തായിട്ടും ഒക്കെ തറാവീഹ് നമസ്കാരത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുകയുണ്ടായി. നമ്മൾ ഇന്നത്തെ ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് അസ്ഹറുൽ അമീനും മുഹമ്മദിനും ഒരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റുള്ള കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. അതിപ്പോൾ സമയ പരിമിതി കാരണം ഇവിടെ വെച്ചിട്ട് കൊടുക്കണില്ല. അവർക്ക് ഇൻഷാ അല്ലാഹ് വേറെ കൊടുക്കും. എന്നാൽ പ്രധാനമായും ഇവിടെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ 2 കുട്ടികൾക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഒരു സമ്മാനം കൊടുക്കുകയാണ്, പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണ്. അതിൽ മുഹമ്മദ് ഈ തറാവീഹിന് നേതൃത്വം കൊടുക്കുന്നത് അവൻ SSLC ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തിരക്കിനടിയിൽ തന്നെയാണ്. കുട്ടികളിൽ പലരും 4 പേര് SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ സ്കൂൾ പരീക്ഷകളും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടക്കാണ് നമ്മുടെ മക്കൾ ഇവിടെ ഭംഗിയായിട്ട് തറാവീഹിനും മറ്റു ജമാഅത്തിനും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവർ 2 പേർക്കുമുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞിപ്പാക്കയാണ്. അതിന് കുഞ്ഞിപ്പാക്കാനെ ക്ഷണിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് കുട്ടികൾക്ക് പ്രോത്സാഹനം സമ്മാനമായിട്ട് നിങ്ങളെന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ കുഞ്ഞിപ്പാക്കാൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് അത് കുട്ടികൾക്ക് ഞങ്ങൾ അതിൻ്റെ രീതിയിൽ വിതരണം ചെയ്തുകൊണ്ട് എന്നറിയിക്കുകയാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി കുഞ്ഞിപ്പാക്കാനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.
അസ്ഹർ സമ്മാനം സ്വീകരിക്കാൻ വരിക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്ഹർ അമീന് ഒരു ക്യാഷ് അവാർഡ് കൂടിയുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് അവൻ പിന്നീട് തരും കേട്ടോ. ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇവരൊക്കെ പഠനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഹിഫ്ള് ചെയ്യാനും, ഹിഫ്ള് ചെയ്യൽ മാത്രമല്ല പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് സ്വഭാവ രൂപീകരണം നടത്തി നല്ല കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ ബീവി പറഞ്ഞതുപോലെ ആ നിലയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ്റെ നൂറ് കൊണ്ട് അവരുടെയും നമ്മുടെയും എല്ലാവരുടെയും ഹൃദയത്തെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. ഇനിയിപ്പോൾ ഇന്ന് ക്ലാസ്സിന് സമയമില്ല.